ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സ്വാദിഷ്ടമായ ഒരു ഷേക്കാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് നോക്കാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലൊരു പഴുത്ത പപ്പായയാണ്. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്. അപ്പം ക്യാരറ്റും പപ്പായയും കൊണ്ട് വളരെ സ്വാദിഷ്ടമായൊരു ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതാദ്യം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ പപ്പായയും തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കോൺഫ്ലെക്സും മുന്തിരിയും ചെറിയും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ പപ്പായ, അതായത് ഓമയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താണ് പച്ചയുടെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വേണ്ടി. അപ്പോൾ ഇനിയും നമ്മൾ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമാണ്. ഞാനൊരു 3 കപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐസ്ക്രീം പിസ്ത ഗ്രീനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ളത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 കപ്പ് ഐസ്ക്രീമും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് വേണ്ടത് പാല് കട്ടിയാക്കി എടുത്തത്, ഫ്രീസറിൽ വെച്ച പാല്, ഒരു 3/4 ലിറ്റർ പാലുണ്ടിത്. അപ്പോൾ അതും കൂടി നമ്മൾ അത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തത് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുകയാണ്. ശരിക്കും അതിനെ ഉടച്ചൊന്ന് അരച്ച് നല്ല സ്മൂത്തി ആയിട്ട് എടുക്കുകയാണ്. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചത്. ഇനി നമുക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര ഇടാതിരുന്നത് നമ്മുടെ ഓമയ്ക്കയിലൊക്കെ എത്രമാത്രം മധുരം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം അത് വീണ്ടും അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇപ്പം നമ്മളെല്ലാം അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ആണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മധുരം നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള അതൊക്കെ ലാസ്റ്റിൽ നമ്മൾ കപ്പിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയാണ് നമ്മുടെ മുന്തിരിയും പിന്നെ കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഇതിൻ്റെ മുകളിലിടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ്. എല്ലാവരും ഈ ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ സ്വാദിഷ്ടമായ ഷേക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.